ആരും ഇതിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല. എതിർപ്പ് രാഷ്ട്രീയമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ എന്ന രൂപത്തിൽ ഇതിൽ വിഷയത്തിൽ കയറി ഇടപെടേണ്ട കാര്യമോ അഭിപ്രായമില്ല. അങ്ങനെ രൂപത്തിലല്ല ആലോചിച്ചിട്ടുള്ളത്. തികച്ചും അയ്യപ്പ ഭക്തന്മാരെ പങ്കെടുപ്പിച്ചുള്ള പരിപാടി എന്ന രൂപത്തിലാണ് അത് ആലോചിച്ചിട്ടുള്ളത്. മന്ത്രിമാരും ജനപ്രതിനിധികളും അത് LDFിലും UDFിലും BJPയിലും പെട്ട ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടാവും. പിന്നെ അതിലെവിടെയാണ് രാഷ്ട്രീയം ഇരിക്കുന്നത്? ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ BJP ആൾക്കാരല്ലേ ക്ഷണിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരുണ്ട്, സുരേഷ് ഗോപിയും അതുപോലെ ജോർജ് കുര്യനും. ഈ 2 ആളുകളെയും ക്ഷണിക്കുന്നു. അവരെല്ലാം ഇവരുടെ പാർട്ടിയല്ലേ. അപ്പോൾ അതിൽ മറ്റേ രാഷ്ട്രീയം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയമാണെന്ന് തോന്നുക. നമുക്കങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇത് തോന്നിയിട്ടില്ല. ഇവിടെ CPIഎമ്മിൻ്റെ പരിപാടിയല്ല, മറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ പോയപ്പോൾ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിട്ട് പോലും കാണാൻ കൂട്ടാക്കി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആതിഥേയ സംസ്കാരത്തിൽ കാണിക്കേണ്ട മര്യാദ എന്തോ അത് അവർ പാലിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. നമുക്ക് എൻ്റെ വീട്ടിൽ നിങ്ങളെന്നെ കാണാൻ വന്നാൽ ഞാൻ കണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമാണ്. അത് ഓരോരുത്തരുടെയും നിലവാരം അനുസരിച്ച് അത് വരിക. അതെന്താണെന്നുള്ളത് നമുക്ക് പരിശോധിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാര്യത്തിൽ ഏറ്റവും കൂട്ടാക്കിയില്ല എന്നുള്ള കാരണം വേണ്ട. അദ്ദേഹം ഏതായാലും നേരത്തെ സമയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് സമയം ചോദിച്ച് മേടിച്ചാണ് അവർ കാണാൻ പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മാന്യത അദ്ദേഹം പുലർത്തേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ സത്യവാങ്മൂലം തിരുത്തണം, അല്ലെങ്കിൽ ആ നിലപാട് തിരുത്തണമെന്നതാണ് പറയുന്നത്. അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുമോ? ഇല്ല, ഇപ്പോൾ അതൊന്നും ഇവിടെ ഈ സംഗമത്തിന് ഇതൊരു വിഷയമല്ല. സംഗമത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ശബരിമല വികസനം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം, തീർത്ഥാടകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കാം, തത്വമസി എന്ന സന്ദേശം ആഗോള തീർത്ഥാടന കേന്ദ്രത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഒരു വിശ്വമാനത ഉയർത്തിക്കൊണ്ടുവരിക. ഇവിടെ മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് തന്നെയാണ് നടത്താൻ പോകുന്നത് എന്ന് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചു. അതിനപ്പുറത്തൊരു കാര്യമില്ല. അപ്പോൾ പിന്നെ അതൊരു വിവാദത്തിലേക്ക് വരേണ്ട ഒരു വിഷയം ഇപ്പോൾ ഇല്ല. എന്നാലും ആ ഒരു നിലപാടിൽ ഇപ്പോഴും അങ്ങനെ ഇപ്പം നിലവിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ മുമ്പായി റിവ്യൂ പെറ്റീഷൻ നിൽക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള ചർച്ചയുടെ ആവശ്യമില്ല. അത് ചെയ്യുന്നത് ശരിയല്ല. ഈ പന്തളം കൊട്ടാരം പറഞ്ഞത് ഈ ഇതുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ, അതിൽ മാത്രമാണ് അവർക്കൊരു എതിർപ്പ്. ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തർക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കാൻ എന്തെങ്കിലും ഇടപെടലുണ്ടാവും? നേരത്തെ കുറേ എണ്ണം പിൻവലിച്ചല്ലോ. അതിൽ യഥാർത്ഥ ഭക്തരുടെ പേരിൽ കേസുള്ളതൊക്കെ ഗവൺമെൻറ് പിൻവലിച്ചിരുന്നു. മറിച്ച് ക്രിമിനൽ സ്വഭാവത്തോടു കൂടി വലിയ രൂപത്തിലുള്ള ക്രൈം കേസ് ഉണ്ടാക്കി അതിൽ സെഷൻസ് കേസ് വന്നതൊക്കെ ആയിരിക്കും കോടതി അനുമതിയില്ലാതെ പിൻവലിക്കാൻ കഴിയില്ല. മറ്റതെല്ലാം പിൻവലിച്ചല്ലോ നേരത്തെ തന്നെ. പന്തളം കൊട്ടാരത്തിന് ഈ കാര്യത്തിൽ അവിടുത്തെ പ്രതിനിധികളുമായി നേരത്തെ പോയി ദേവസ്വം ബോർഡ് സംസാരിച്ചിരുന്നു. അവർക്കൊരു എതിർപ്പുമില്ല. അപ്പോൾ ആ കാര്യത്തിൽ കേസുകളുള്ളത് പിൻവലിക്കണമെന്ന് പറഞ്ഞതിൻ്റെ മെറിറ്റ് നോക്കിയാണ് ഗവൺമെൻറ് ആദ്യഘട്ടത്തിൽ കുറേയേറെ കേസുകൾ പിൻവലിച്ചിരുന്നു. അത് ഈ ഭക്തന്മാരുടെ ഭാഗത്തുനിന്ന് നിരപരാധികളൊക്കെ വന്നു കുടുങ്ങിയൊക്കെ ഗവൺമെൻറ് ആ കാര്യത്തിൽ സ്വാഗതാർഹമായ നിലപാട് സ്വീകരിച്ചത് പിൻവലിച്ചു കൊടുത്തിട്ടുണ്ട്. അത് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ എതിർത്ത് നിൽക്കുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും, അവരുമായി ചർച്ച നടത്തുമോ ദേവസ്വം ബോർഡ്? അത് ഇക്കാര്യങ്ങളെ സംബന്ധിച്ചോളം അവർക്കാർക്കും ഇത് ബോധ്യപ്പെടാഞ്ഞിട്ടില്ല. തികഞ്ഞ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കുന്നവരെ നമ്മൾ എത്ര ശ്രമിച്ചാലും ബോധ്യപ്പെടാൻ കഴിയില്ല. ആ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ കണ്ണിൽ എപ്പോഴും മഞ്ഞപ്പായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അവരീക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് ഇതിലൊരു രാഷ്ട്രീയവുമില്ല. അവരുടെ തന്നെ പാർട്ടിയിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടെ ക്ഷണിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കി ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് അതിനോട് സഹകരിക്കുകയാണ് വേണ്ടത്. അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നിറം ആരും കൊടുക്കേണ്ടതില്ല. കൊടുത്തവർ യഥാർത്ഥത്തിൽ അവർക്കാണ് രാഷ്ട്രീയം ഉള്ളത്. അതുകൊണ്ടാണ് അവരിതിങ്ങനെ ചിന്തിക്കുന്നത്.